ന്യൂഡൽഹി ഇന്ത്യ ഒന്നാകെ തരംഗം തീർത്തപ്പോൾ നിർമ്മാതാവ് ജോയ് തോമസ് മമ്മൂട്ടി, രജനികാന്ത്, സുമലത ടീമിനെ അണിനിരത്തി നിർമ്മിച്ച ചിത്രമായിരുന്നു വെൺമേഘഹംസങ്ങൾ. ഫോട്ടോഗ്രാഫറായ മമ്മൂട്ടി സിനിമാ നടിയായ സുമലതയെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു. പക്ഷെ അവരുടെ ദാമ്പത്യ ജീവിതം പൊടുന്നനെ തകരുന്നു. അവർ വേർപിരിയുന്നു. ഒടുവിൽ സൂപ്പർ സ്റ്റാർ രജനികാന്ത് വന്ന് അവരെ വീണ്ടും ഒരുമിപ്പിക്കുന്നതായിരുന്നു വെൺമേഘഹംസങ്ങളുടെ പ്രമേയം. എന്നാൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ പലർക്കും ചിത്രത്തിന്റെ കഥയിൽ വിശ്വാസക്കുറവ് അനുഭവപ്പെട്ടു. നിറക്കൂട്ടിലെ പത്രപ്രവർത്തകനായ ജോസ് പ്രകാശിന്റെ കഥാപാത്രത്തെ ഗ്ലോറിഫൈ ചെയ്ത വേഷമായിരുന്നു ന്യൂഡൽഹിയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രമായ കാർട്ടൂണിസ്റ്റ് GK. രണ്ട് ചിത്രത്തിലും മമ്മൂട്ടിയും സുമലതയും തന്നെയായിരുന്നു ജോഡി. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ പലരും കണ്ടെത്താൻ തുടങ്ങിയപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങിയ വെൺമേഘഹംസങ്ങൾ നിർമ്മാതാവായ ജോയ് തോമസ് ഉപേക്ഷിക്കുകയായിരുന്നു. പ്രിയദർശൻ, ടി ദാമോദരൻ മാസ്റ്റർ, മോഹൻലാൽ ടീമിന്റെ ആക്ഷൻ വെടിക്കെട്ടായ ആര്യൻ തകർപ്പൻ വിജയമായിരുന്നു നേടിയത്. ആര്യന്റെ വൻ വിജയത്തെ തുടർന്നായിരുന്നു അതേ കൂട്ടുകെട്ടിൽ തന്നെ മറ്റൊരു ആക്ഷൻ ചിത്രമായ ധനുഷ്കോടി സംഭവിക്കുന്നത്. തമിഴ്നാട്ടിലെ ധനുഷ്കോടി എന്ന സ്ഥലത്തെ മയക്കുമരുന്ന് മാഫിയയെ പിടിക്കാൻ വേഷം മാറിപ്പോകുന്ന മലയാളി പോലീസ് ഓഫീസർ അവിടെ വെച്ച് തന്റെ ബാല്യകാല സുഹൃത്തിനെ കണ്ടുമുട്ടുന്നു. ഒടുവിൽ അന്വേഷണത്തിന്റെ അവസാന വേളയിലാണ് പോലീസ് ഓഫീസർ ആ സത്യം മനസ്സിലാക്കുന്നത്. താൻ തേടി വന്ന ഡ്രഗ് മാഫിയ ഡോൺ തന്റെ ബാല്യകാല സുഹൃത്താണെന്ന ഞെട്ടിക്കുന്ന സത്യം. മോഹൻലാൽ, രഘുവരൻ, ശ്രീനിവാസൻ എന്നിങ്ങനെ വമ്പൻ താരനിരയുമായി വൻ വാർത്താ പ്രാധാന്യം നേടിക്കൊണ്ടായിരുന്നു 1998 ധനുഷ്കോടിയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. പക്ഷേ സാമ്പത്തിക കുരുക്കിലകപ്പെട്ട് ധനുഷ്കോടിയും പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കുകയായിരുന്നു.